താനൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി കാണും. അതിലൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ മുകളിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ എൻ്റെ റെസിപ്പി സോഫ്റ്റായിട്ട് എങ്ങനെ ഇഡ്ഡലി തയ്യാറാക്കിയെടുക്കാം. നല്ല സോഫ്റ്റ് ഇഡ്ഡലി കിട്ടാനായിട്ടുള്ള ടെക്നിക്കാണ്. ഇഡ്ഡലി മാവ് നന്നായിട്ട് പുളിച്ച് വരാനായിട്ടും നല്ല ഫെർമിനേറ്റ് ചെയ്ത് കിട്ടാനുമായിട്ടുള്ള ടെക്നിക്കാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നല്ല സോഫ്റ്റ് ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അരി എടുത്തേക്കുന്നത് ഇഡ്ഡലി റൈസ് ആണ്. ഇഡ്ഡലി റൈസ് അല്ലെങ്കിൽ പച്ചരി ആണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ പച്ചരി ഞാൻ ഈ ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് നിറയാണ് എടുത്തിട്ടുള്ളത് അരി. അപ്പോൾ ഈ ഗ്ലാസ്സിൽ തന്നെ വീണ്ടും ഉഴുന്ന് നമുക്ക് അളന്നെടുക്കണം. അപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ആദ്യം അരി അളന്നിട്ട് അരി നന്നായി കഴുകിയതിന് ശേഷം ഒരു പാത്രത്തിലിടും. ഈ അരി ഉഴുന്നും ഞാനെല്ലാം ഒരു പാത്രത്തിൽ തന്നെയാണ് വെള്ളമൊഴിച്ച് ഇടുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ അരി ഒന്ന് കഴുകിയെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് അരി നന്നായി കഴുകിയിട്ട് ഞാൻ ഈ ഒരു പാത്രത്തിലാണ് ഇതെല്ലാം വെള്ളമൊഴിച്ചിടാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു പാത്രത്തിലേക്ക് അരി കംപ്ലീറ്റ് ആയിട്ട് മാറ്റാം. അപ്പോൾ അരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഉഴുന്നാണ് വേണ്ടത്. ഉഴുന്ന് ഞാൻ ഈ ഒരു ഗ്ലാസ്സിൽ അര ഗ്ലാസ് ഉഴുന്നാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു ഗ്ലാസ് പച്ചരി അതിന്റെ നേർപകുതിയാണ് ഉഴുന്നെടുക്കുന്നത്. നമ്മൾ അരി എത്രയാണോ എടുക്കുന്നത് അതിന്റെ നേർപകുതി ഉഴുന്ന്. അപ്പോൾ ഞാൻ അര ഗ്ലാസ് ഉഴുന്നെടുത്തിട്ടുണ്ട്. ഇനി ഉഴുന്ന് നന്നായിട്ടൊന്ന് കഴുകി ഇതേ ഈ അരിയിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉഴുന്നും കഴുകിയിട്ട് ഈ അരിയുടെ കൂടെ ഇട്ട് കൊടുക്കാം. ഇത് സെപ്പറേറ്റ് ആയിട്ട് വെക്കുന്ന ആളുകൾ ഉണ്ടാവാം. കാര്യം ഉഴുന്ന് വേറെ പാത്രത്തിൽ അരി വേറെ പാത്രത്തിൽ അങ്ങനെയെല്ലാം വെക്കുന്ന ആളുകളും ഉണ്ടാവാം. അപ്പോൾ അതെല്ലാം ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് അനുസരിച്ചാണ്. ഞാനിപ്പോൾ ഇങ്ങനെ എല്ലാം ഒരുമിച്ചിട്ട് തന്നെയാണ് ഇട്ട് വെക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ചൗവരിയാണ്, സാഗോ. അപ്പൊ ഇത് ഉഴുന്ന് എത്രയാണോ എടുത്തത് അതിന്റെ നേർപകുതിയാണ് ചൗവരി വേണ്ടത്. അപ്പോൾ അതേ ഗ്ലാസ്സിൽ തന്നെ ഉഴുന്ന് അര ഗ്ലാസ് ആണല്ലോ എടുത്തത്. അപ്പൊ 1/4 ഗ്ലാസ് ചൗവരി. അപ്പം ഒരു 1/4 ഗ്ലാസ് ചൗവരി എടുത്തിട്ടുണ്ട്. ഇതും നന്നായിട്ട് കഴുകി ഇതിന്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ചൗവരിയും കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കാര്യം കൂടി വേണം. അത് ഉലുവയാണ് വേണ്ടത്. ഉലുവ ഒരു ടീസ്പൂൺ ഉലുവ മാത്രം മതിയാവും. ഉലുവ ഒന്ന് ചെറുതായിട്ടൊന്ന് കഴുകി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉലുവയെല്ലാം ഞാൻ ഇതുപോലെയുള്ള അരിപ്പയിലിട്ടാണ് കഴുകണം. ഉലുവ വേപ്പിലെല്ലാം അപ്പോൾ താഴെ പോയില്ലല്ലോ. ഇപ്പോൾ ഉലുവയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വെള്ളമൊഴിച്ചിട്ട് ഒരു 5-6 മണിക്കൂർ ഇതുപോലെ വെള്ളമൊഴിച്ച് ഇടാം. ഇത് നെകയ്ക്ക് വെള്ളമൊഴിച്ചിടാം. ഇതൊരു 6 മണിക്കൂറിന് ശേഷം നമുക്ക് ഇത് നന്നായി കുതിർന്നിട്ടുണ്ടാവും, അരച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ അരിയും ഉഴുന്നും എല്ലാം ഇപ്പം നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഞാൻ ഉച്ചയ്ക്ക് ഏകദേശം ഒരു 12 മണിയോട് അടുത്താണ് ഇത് വെള്ളത്തിലിട്ടത്. ഇപ്പോൾ ഒരു 6-6:30 ആയിട്ടുണ്ട്. ഇപ്പം ഇത്ര നേരം കൊണ്ട് നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പം ഞാൻ ഇത് അരയ്ക്കുമ്പോൾ ചോറാണ് സാധാരണ ചേർത്തോണ്ടിരുന്നത്. പക്ഷെ ഇപ്പം ഞാൻ ചോറിന് പകരം അവല് ചേർക്കുന്നുണ്ട്. ഇപ്പം പെട്ടെന്ന് ഇപ്പം ചോറില്ലാതെയൊക്കെ വന്നാൽ അവല് ചേർക്കാം. അപ്പോൾ അവല് ഒന്ന് കുതിർത്തതിന് ശേഷമാണ് ഒന്ന് ചെറുതായിട്ടൊന്ന് കഴുകി കളയാം. ആദ്യം തന്നെ അവല് പൊടിയൊക്കെ ഉണ്ടാവും. അതിനുശേഷം വെള്ളം ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് ഇതൊന്ന് കുതിർന്ന് വരും. 5 മിനിറ്റും വേണ്ട. എന്നിട്ട് അവല് കൂടി ചേർത്തിട്ടാണ് അരയ്ക്കുന്നത്. ഞാൻ ചോറ് ഇത്തവണ ചേർക്കുന്നില്ല. ചോറ് ചേർക്കാതെയാണ് അരക്കുന്നത്. ഇപ്പം അവലിന് പകരം ചോറാണെങ്കിൽ ചോറ് ചേർക്കാം. രണ്ടും കൂടി ഒരുമിച്ച് ചേർക്കണ്ട. അപ്പോൾ അവലൊന്ന് കുതിർത്തിയെടുക്കാം. അപ്പോൾ ഇതാ അവല് ഞാൻ വെള്ളമൊഴിച്ച് ഒന്ന് കഴുകിയിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ വലിയ ജാർ എടുക്കുക. അതിലേക്ക് നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ഉഴുന്നും ചവ്വരിയും ഒക്കെ കൂടി കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു പ്രധാന കാര്യം പറയാനുള്ളത്, ഇത് ഇട്ട് കൊടുക്കുമ്പോൾ ഇത് നമ്മൾ കുതിർത്താൻ വെച്ച വെള്ളമില്ലേ, അപ്പം നമ്മൾ സാധാരണ നല്ല വെള്ളമായിരിക്കണം കുതിർത്താൻ വെക്കേണ്ടത്. അപ്പോൾ ആ വെള്ളം കളയണ്ട. ആ വെള്ളത്തിൽ തന്നെയാണ് നമ്മളിത് അരച്ചെടുക്കേണ്ടത്. ഈ ഉഴുന്ന് കുതിർന്ന വെള്ളം അതിൽ അരച്ചെടുക്കുമ്പോൾ നമ്മുടെ ഇഡ്ഡലിക്ക് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടാനായിട്ട് ഈ വെള്ളം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ വെള്ളത്തിൽ തന്നെ ഇത് അരച്ചെടുക്കാം. കുറച്ചായിട്ട് അരച്ചു മാറ്റാം. അപ്പോൾ ഇതാ ഒരു ട്രിപ്പ് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നന്നായിട്ട് കൈ കൊണ്ട് എല്ലാം വടിച്ച് ഇടണം. അതിനുശേഷം അടുത്ത ട്രിപ്പ് കൂടി അരച്ചെടുക്കാം.
അടുത്ത ട്രിപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ കുതിർക്കാൻ വെച്ചിരിക്കുന്ന അവല് കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ 1 കപ്പ് അവലാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഏത് അവല് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ബ്രൗൺ കളറിലെ അവല് വേണമെങ്കിൽ അതെടുക്കാം, വെള്ള അവലാണെങ്കിൽ അതെല്ലാം നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ അത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുകൂടി ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കണ്ട. ഈ അവല് കുതിർന്ന വെള്ളം അതുപോലെ തന്നെ നമ്മുടെ ഉഴുന്ന് വെള്ളത്തിലിട്ട ആ വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതാ സെക്കൻഡ് ട്രിപ്പും നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പൊ അരിയൊക്കെ ആദ്യം നന്നായിട്ട് അരച്ചെടുക്കുന്ന ആളുകളുണ്ടാവും. സെപ്പറേറ്റ് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, സെപ്പറേറ്റ് ആയിട്ട് കുതിർക്കാൻ ഇട്ടിട്ട് അരി ഒരു തരിതരിപ്പോടെ അരച്ചെടുക്കുന്നവരുണ്ടാവും. പക്ഷെ ഞാൻ പണ്ട് മുതലേ ഒരുമിച്ച് അരച്ചെടുക്കുന്ന എനിക്ക് നല്ല സോഫ്റ്റ് ഇഡലി കിട്ടാറുണ്ട് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഞാൻ എല്ലാ മാവും ഇതുപോലെ ഇട്ടിട്ടുണ്ട്, അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കൈ നന്നായിട്ട് വാഷ് ചെയ്ത് അഴുക്കുകളൊന്നും ഉണ്ടാവാതെ നന്നായിട്ട് കഴുകിയതിന് ശേഷം വേണം നന്നായി കൈ കൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്യാം. അപ്പം ഇങ്ങനെ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ നമ്മുടെ കൈകളിൽ ഓൾറെഡി ഉള്ള ഒരു ബാക്ടീരിയ ഉണ്ടാവും, അണുക്കളുണ്ടാവും. അപ്പോൾ അത് നമ്മുടെ ഈ മാവുമായിട്ട് കൂടിക്കലർന്ന് അത് പുളിച്ചു വരാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും, ഇതുപോലെ കൈ കൊണ്ട് നമ്മൾ മിക്സ് ചെയ്താൽ. അപ്പോൾ പണ്ടൊക്കെയുള്ള അമ്മമാരും നമ്മുടെ അമ്മൂമ്മമാരെല്ലാം ആ കല്ലിൽ ഇങ്ങനെ ആട്ടിയിട്ടായിരുന്നില്ലേ ഈ ഇഡ്ഡലിക്കും ദോശക്കൊക്കെ ഉള്ള മാവെല്ലാം അരച്ചെടുക്കുന്നത്. ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ പല സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. പണ്ടത്തെ സിനിമകളിലെല്ലാം ഇതുപോലെ കല്ലിലൊക്കെ ആട്ടി ഒരലൊക്കെ ആട്ടിയിട്ട് ഇങ്ങനെ എടുക്കുന്നത്. ഒരലല്ലോ, ആട്ടുകല്ലോ, അതിൽ ചെയ്തെടുക്കുന്നവരുണ്ട്. അപ്പോൾ അവരിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ നീക്കി ഇട്ട് കൊടുക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ദോശക്കൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു. പണ്ടത്തെ ആ ദോശയ്ക്ക് നല്ലതാണ് നമ്മുടെ അമ്മമാരെല്ലാം പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടേസ്റ്റ് ഒന്നും ഇപ്പം ഇല്ലാത്തതിന് കാര്യം ഇതൊരു റീസണാണ്. അപ്പോൾ നമ്മുടെ ഇഡ്ഡലിയുടെ മാവ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇതിനി അടച്ചു വെച്ചിട്ട് ഓവർനൈറ്റ് ഇതുപോലെ വെക്കുക. രാവിലെ ആകുമ്പോഴേക്കും നമ്മുടെ ഇഡ്ഡലി മാവ് ശരിക്കും ഫെർമിനേറ്റ് ആയിട്ട് പൊങ്ങി വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പൊ ഏകദേശം സമയം വൈകിട്ട് ഒരു 7 മണിയോടടുത്തു. അപ്പം ഞാൻ നാളെ രാവിലെ 7 മണിക്കാണ്, അതായത് 12 മണിക്കൂർ ഞാനിതിങ്ങനെ വെച്ചിട്ടാണ് രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കുന്നത്. ഒരു 8 മണിക്കൂർ മുതൽ 12 മണിക്കൂർ സമയം വരെ ആവശ്യമുണ്ടാവും ഇത് നന്നായിട്ട് പൊങ്ങി വരാനായിട്ട്. അത് ഓരോ സ്ഥലത്തെ കാലാവസ്ഥ അനുസരിച്ച് വ്യത്യാസം വരും. ചിലപ്പോൾ നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ഇത് ഫെർമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി സമയം ആവശ്യം വരും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഈ പാത്രം അങ്ങനെ തന്നെ അധികം തണുപ്പടിക്കാതെ ഓവനകത്തോ അതുപോലെ റൈസ് കുക്കറിലൊക്കെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി തണുപ്പ് അടിക്കാതെ പെട്ടെന്നൊന്ന് ഫെർമിനേറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇത് ഇനി നാളെ രാവിലെ നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇപ്പൊ പിറ്റേ ദിവസം രാവിലെ ഒരു 6:30 മണിയായിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ ഇഡ്ഡലി മാവ് നന്നായിട്ട് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്, നന്നായി ഫെർമിനേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാൻ തുടങ്ങാം. ഇഡ്ഡലി തട്ടയിലെല്ലാം കുറച്ച് എണ്ണ തൂവിയിട്ട് മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ മാവ് വേറൊരു പാത്രത്തിലേക്ക് ഇപ്പോഴത്തെ ആവശ്യത്തിന് വേണ്ടി മാത്രം, ഇഡ്ഡലിക്ക് വേണ്ടി മാത്രം എടുക്കുന്നുണ്ട്. എനിക്കിനി ഇത് പിറ്റേ ദിവസം 2 ദിവസത്തേക്കുള്ളൊരു ദോശക്കും കൂടി മതിയാകും ഈ മാവ്. അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കും. ഇനി ഇതിലേക്ക് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം ഉപ്പൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഉപ്പ് ചേർത്താൽ ഇത് പുളിച്ച് വരില്ല. അപ്പോൾ ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഇഡ്ഡലി തട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഓരോ തട്ടിലേക്കും ഇതുപോലെ ഒഴിച്ചിട്ട് ഒരു 12 മുതൽ 15 മിനിറ്റ് വരെ ഇത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട്
വേവിച്ചാൽ മതിയാകും. അപ്പോഴേക്കും നമ്മുടെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് പാത്രം അടച്ചു വെക്കാം. ഒരു 15 മിനിറ്റ് ആകുമ്പോഴേക്ക് തീ ഓഫ് ചെയ്ത് തുറന്നു നോക്കാം. നമ്മുടെ ഇഡ്ഡലി അപ്പോഴേക്കും റെഡി ആയിട്ടുണ്ടാവും. ഇപ്പൊ ഒരു 15 മിനിറ്റോളം ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് തുറന്നു നോക്കാം. തൊട്ട് നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് പുറത്തെടുത്ത് വെക്കാം. അപ്പൊ ദാ നമ്മുടെ ഇഡ്ഡലി എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ്. ഇത് കണ്ടോ, ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ തന്നെ നല്ല പഞ്ഞി പോലെയുള്ള ഇഡ്ഡലിയാണ് എല്ലാം. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതി ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടി നോക്കുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ കണ്ടുമുട്ടാം. താങ്ക്